ഇച്ചിങ് കമ്മിയായാലേ ആ തടുപ്പും കമ്മിയാവും. സോറിയും കമ്മിയായിട്ട് അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നുണ്ട്. ഞാനുണ്ടല്ലോ തൈര് ഉറവൊഴിച്ചതിന് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് ഇരുന്നത് പുളിക്കണ്ടല്ലോ. പിന്നെ ഇതാ ചായക്ക് വേണ്ടിയിട്ടുള്ള പാലൊക്കെ എടുത്ത് ചായ വെക്കാൻ പോണു. ഞാനും റിഹാനും എന്താ പറയുക അയാൻകുട്ടിയും ഇന്നും കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അയാൻകുട്ടി ബൂസ്റ്റ്, ഞാനും റിഹാനും കോഫി, ഉമ്മ ഉപ്പ ഇക്ക ചായ, അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ജിമ്മിലൊക്കെ പോയി വന്ന ശേഷം വളരെ പതുക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഉമ്മാക്കും ഉപ്പാക്കും എല്ലാവർക്കും ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ 9:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ വേഗം തീർക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ തന്നെ ഇഡലിയൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഇഡലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ ആട്ടിയാലും നന്നായി പൊങ്ങി വരും. പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങൾ നിർബന്ധിക്കൊന്നുമില്ല കേട്ടോ മിക്സിയുടെ ജാറിൽ തന്നെ ആട്ടണം എന്നുള്ളത്. ഗ്രൈൻഡറിൽ ആട്ടിയാൽ അതിലേറെ ഉഷാറാവും, എനിക്കറിയാം. പക്ഷേ എനിക്ക് ഇവിടെ സമയത്തിൻ്റെ പരിമിതി കാരണം ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെയാണ് കേട്ടോ എപ്പോഴും ഉഴുന്നാട്ടിയെടുക്കാറ്. പിന്നെ 3 to 4 മണിക്കൂർ മാത്രം വെള്ളത്തിലിട്ടാൽ മതി. പക്ഷെ നമ്മൾ രാത്രി ഇടുമ്പോൾ നമ്മളത് സമയമായി പോകും, അത്ര തന്നെ. അപ്പോൾ എന്താണ് ഇതാ എനിക്കും റിഹാനക്കുള്ള കോഫി റെഡിയാക്കി, അയൻകുട്ടിക്ക് ബൂസ്റ്റ് റെഡിയാക്കി, അവർക്കുള്ള ചായയും റെഡിയാക്കി. ഇനിയിപ്പോൾ എന്താ പോയി ചായയൊക്കെ ഇരുന്ന് കുടിക്കണം, അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. പിന്നെന്താ എൻ്റെ കമൻറ്റ് വായിച്ചു ജിനിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. ജിനി, മക്കൾ ഫുഡ് കഴിക്കുന്നത് മാത്രം പരമാവധി കാണിക്കാതെ നോക്ക്, പാവം മക്കളാണ്, എല്ലാവരും കണ്ണ് ഒരുപോലെ അല്ല, മാഷാ അല്ലാഹ്. ഓക്കെ. പക്ഷെ അവർക്ക് ആ ഒരു ടൈമിലെങ്കിലും അവരെ നമ്മൾ വ്ളോഗിൽ കൊണ്ടുവരണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ മോന് ചായയും ബിസ്ക്കറ്റും ബൂസ്റ്റും കഴിക്കണുണ്ട്. അപ്പോൾ എനിക്കും ബുദ്ധിയായിട്ടോ. അപ്പം ഞാനൊരു ബിസ്ക്കറ്റ് മേടിച്ചിട്ട് ചായയിൽ മുക്കി കഴിച്ചു. അങ്ങനത്തെ സ്വഭാവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ, ഇങ്ങനെ ചായയിൽ മുക്കി കഴിക്കുന്ന സ്വഭാവം? എനിക്ക് പണ്ട് മുതലേ ഉണ്ട് കേട്ടോ. റസ്ക് ആണെങ്കിലും ബിസ്ക്കറ്റ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ മുക്കിയെടുക്കുമ്പോൾ അതങ്ങനെ പൊട്ടി താഴെ വീണാലുള്ള ഒരു എന്താ പറയുക, ഒരു സംഭവം ഉണ്ടല്ലോ, അയ്യോ അൺസഹിക്കബിൾ ആണല്ലേ. എത്രയോ പ്രാവശ്യം അതൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചായ എല്ലാം കുടിച്ച ശേഷം ഒരു ബിസ്ക്കറ്റേ മേടിച്ചുള്ളൂ, കാരണം നമ്മൾ അവിടെ പോയി കഷ്ടപ്പെടുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ടൊമാറ്റോ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നന്നാക്കി എടുത്തു. ഇതാ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എന്തായാലും ഇതാ ഇവിടെ വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കാസ്റ്റ് അയണിൻ്റെ ചട്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉഴുന്ന് 1 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ചെറിയുള്ളി നന്നാക്കാൻ കുറച്ച് മടിയായിപ്പോയി. ചെറിയുള്ളി എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഒരു 4 വെളുത്തുള്ളിയും 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇച്ചിരി ഉപ്പിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ചട്നിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഇവിടെ ചിരവിയെടുക്കാം കേട്ടോ. അപ്പോൾ മോന് തേങ്ങയൊക്കെ പൊളിച്ച് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. ഞാനിതാ വേഗം അതൊന്നൊക്കെ ഒന്ന് ചിരവിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, നമ്മളൊരു ഡെയിലി വ്ളോഗാണ് നല്ലത്, അത് മതി എന്നൊക്കെ പറയുന്നു. അപ്പം എന്തായാലും നമുക്ക് ചട്നിയിലോട്ട് തിരിച്ചു വരാം. ഇവിടെ വറമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് 4 പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി വഴറ്റിയെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ചട്നി നോക്കിയാലോ. ഇവിടെ നമ്മുടെ കോക്കനട്ട് ചട്നി കേട്ടോ, തേങ്ങാ ചട്നി. ചെറിയൊരു പീസ് പുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ടൊമാറ്റോ ഇതിലേക്ക്. അങ്ങനെ ഒരു ഫുള്ള് തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ തേങ്ങയാണ് കേട്ടോ. പിന്നെ അതിലോട്ടൊരു 3 പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി, ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളിതാ ഇവിടെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതാ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കടുക്, കറിവേപ്പില, ചുവന്നമുളക് താളിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരിക്കലും ചട്നി നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത്, കടുക് താളിച്ചത് ഇങ്ങോട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫ്രഷ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാ
ടൊമാറ്റോ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 എണ്ണം വേണ്ട, 1 സ്പൂൺ മതി കളറിന് വേണ്ടി മാത്രം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് വെള്ളമൊന്നും ആക്കാണ്ട് അരച്ചെടുക്കണം. ഭയങ്കരമായിട്ട് അരയ്ക്കും വേണ്ട കേട്ടോ, ഒരു കടിക്കുന്ന രീതിയിലൊക്കെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു ലെവലിൽ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് കുറച്ച് ലൂസാക്കിയിട്ട് താളിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ ഇങ്ങനെ മാത്രമാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ എനിക്ക് പൊതുവേ ഇങ്ങനത്തെ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ദോശയൊക്കെ ആണെങ്കിൽ ഇതും നമ്മുടെ കോക്കനട്ട് ചട്നിയും കൂടെ ചേർത്തിട്ട് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് മാറ്റി വെച്ചു, കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത സാധനങ്ങളൊക്കെ. പിന്നെ വേഗം പോയി ഇഡ്ഡലി മാവ് എടുത്തിട്ട് വന്നു. ഇതാ ഇഡ്ഡലിക്ക് ഒഴിച്ചെടുക്കുകയാണ്, കാരണം അവർക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഒക്കെ റെഡി ആയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. 10 മിനിറ്റ് എന്തായാലും ഇഡ്ഡലി വേവിക്കാൻ വേണ്ടിയിട്ട് വേണം. അവിടെ എനിക്ക് ചെറുതായിട്ടൊന്ന് സമയം ഒന്ന് പ്രശ്നമായി, കാരണം ഞാൻ ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് ഇഡ്ഡലി വേവിക്കാൻ വെച്ചതാണെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വേഗം അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തു. പിന്നെ ഉഴുന്ന് കുറേ നേരം വെള്ളത്തിൽ വെച്ചാൽ അതിൻ്റെ എല്ലാ ഗുണങ്ങൾ പോകുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇഡ്ഡലിക്കൊക്കെ ആറ്റിയിട്ട് ഞാൻ ടേബിളൊക്കെ ഒന്ന് വേഗം സെറ്റാക്കി എടുത്തു. നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് വെക്കണ്ടേ, അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ക്ലീൻ ആക്കി എടുത്ത് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. രാവിലെ ജിമ്മിൽ പോയി വന്നു കഴിഞ്ഞാൽ ഉള്ള ബോട്ടിലൊക്കെ അവിടെ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ വെച്ചിട്ട് പിന്നെ കിച്ചണിലോട്ട് പോവല്ലേ, പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്തൊക്കെ ഒതുക്കി വെക്കേണ്ട ഒരു അവസ്ഥയാണ്. റിഹാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എക്സാം സ്റ്റാർട്ട് ചെയ്യാനായല്ലോ. പിന്നെന്താ എഗ് റെസിപ്പി ഞാൻ ട്രൈ ചെയ്തു, ജിനി സൂപ്പറായിരുന്നു, താങ്ക് യു സോ മച്ച്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ ആ ഉള്ളിയില്ലേ അത് നല്ല പോലെ വഴണ്ട് വരണം, എന്നാൽ തന്നെയാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഉഴുന്ന് ഗ്രൈൻഡിൽ അരച്ചാൽ നല്ല പോലെ പൊങ്ങി വരും മിക്സിയിൽ ഇടുന്നതിനേക്കാളും. ഓക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് ഇവിടെ ഈ ഇഡലി നല്ല സോഫ്റ്റ് തന്നെ ഉണ്ടാവാറുണ്ട്. പിന്നെ അവരവരുടെ സൗകര്യം ഇഷ്ടം അങ്ങനെ അനുസരിച്ചിട്ടോ. ഉമ്മയെ ജിനിമ്മ എന്നാണ് വിളിക്കുന്നത്. എന്തിനാ ഉമ്മ എന്ന് വിളിച്ചാൽ പോരെ, അങ്ങനെയാണോ മക്കളെ പഠിപ്പിച്ചത് എന്ന്? അതെ ജിനി എന്നാണ് കേട്ടോ വിളിച്ചുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അയൻകുട്ടി ട്യൂഷൻ പോവാണ്. റിഹാന് ജിനി എന്നാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നിരുന്നത് കേട്ടോ. അപ്പോൾ ജിനി എന്നുള്ള വിളി വേണ്ടാന്ന് പറഞ്ഞിട്ട് എൻ്റെ വാപ്പ വീട്ടിൽ ഒരു ദിവസം വെക്കേഷന് പോയപ്പോൾ അതിൻ്റെ കൂടെ ഉമ്മ ചേർത്ത് വിളിക്കുക എന്ന് പറഞ്ഞു. പിന്നെ പൊതുവേ ഇവിടെ ഇക്കാൻ്റെ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെയാണ് കേട്ടോ. ഇവിടെ വന്ന മരുമക്കളൊക്കെ അങ്ങനെയാണ്. ഹസിമ, റിജിമ്മ, സെലിമ്മ ഒക്കെ ഉമ്മ കൂട്ടി വിളിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഞാനുമായി അങ്ങനെ തന്നെ. അപ്പോൾ പിള്ളേരും എന്നെ അങ്ങനെ തന്നെയാണ്, ബാക്കിയുള്ള പിള്ളേരും എല്ലാവരും അങ്ങനെയാണ് കേട്ടോ വിളിക്കാറ്. അങ്ങനെ അവർ പോയി. എനിക്ക് വിശന്ന് കൊട്ടലിൽ കരിയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ വീഡിയോ എടുക്കണ്ടേ. അപ്പോൾ ഇതാ നമ്മൾ ഇഡ്ഡലിയൊക്കെ ആക്കി, ഇഡ്ഡലിപ്പൊടിയൊക്കെ സെറ്റാക്കി ഞാൻ ഇവിടെ കഴിക്കാൻ വേണ്ടിയിരുന്നു. എൻ്റെ അമ്മോ, കുറേ നാളത്തിന് ശേഷം ഇഡ്ഡലി കഴിച്ചപ്പോൾ ഞാനങ്ങ് ഇല്ലാണ്ടായിപ്പോയിട്ടോ. അത്രയും ടേസ്റ്റ് തോന്നി എനിക്ക്, സത്യമായിട്ടും ഭയങ്കര ടേസ്റ്റ് തോന്നി. ആ ചട്നി നല്ല കോമ്പിനേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെറുതെ തള്ളുകയല്ല, ശരിക്കും തോന്നി. ഞാൻ അത്രയും ആസ്വദിച്ചിട്ടാണ് കഴിക്കുന്നത്. കുറേ കാലമായി നമ്മൾ വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടു കേട്ടോ. പിന്നെ കഴിച്ചതൊക്കെ ഒന്ന് വേഗം ദഹിപ്പിക്കണ്ടേ, അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി ഫ്രണ്ട് വരെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു. ഇപ്പോൾ ആ ഫ്രണ്ടിലുള്ള ചപ്പൊക്കെ ഉണ്ടല്ലോ, മരത്തിൻ്റെ ഇലകളൊക്കെ ഉണ്ടല്ലോ, അതിന് ആ പുല്ലിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ ആക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അവിടെ ആക്കി കഴിഞ്ഞാൽ അവിടെ കത്തിച്ച് വിടുമ്പോൾ ആ പുല്ലും അങ്ങ് കത്തിയിട്ട് ഒരുപാട് പുല്ല് വളർന്നു വരില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കി വിടുകയാണ്. പക്ഷെ ഒരുപാട് പുല്ല് വളർന്നിട്ടുണ്ട്, എന്നാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി. പിന്നെ ടേബിളിൽ ഒരുപാട് സാധനങ്ങൾ പരന്നിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനെയൊക്കെ ഒന്ന് പോയി എടുത്ത് ഡ്രസ്സ് മടക്കി വെച്ചതിനൊക്കെ ഒന്ന് എടുത്ത് മാറ്റി എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അഹങ്കാരമായി പോയില്ലേ. പിന്നെ ഓരോന്നായിട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി വെച്ചിട്ടോ. ഇനിയിപ്പോൾ ഉള്ളിലൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരിയെടുക്കണം. പിന്നെ ലഞ്ചൊക്കെ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ ഇക്കാക്ക് ഫ്രൈഡേ ലീവാണോ ചോദിക്കുന്നുണ്ട്. ഇക്കാക്ക് പൊതുവേ ഇപ്പം വർക്ക് ഫ്രം ഹോം ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം നമ്മുടെ വ്ളോഗിലൊക്കെ ഡെയിലി ഉണ്ടാവും കേട്ടോ. പിന്നെന്താണ്, ഉള്ളിലൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി എടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ മാക്സിമം നിങ്ങൾ കമൻറ്റ് ഇടണേ. കമൻറ്റ് ഇടാണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്നെ വിഷമാവുന്നു, നിങ്ങൾ എന്താ കമൻറ്റ് ഇടാത്തേ എന്നുള്ളത് കേട്ടോ. പിന്നെ ഒരു കപ്പ് ചായ കിട്ടിയിരുന്നെങ്കിൽ കുടിക്കാമായിരുന്നു. ഓക്കെ, എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ ഇൻഷാല്ല ചായക്ക് വെച്ച് തരാം.
അതേപോലെ എന്നെ പോലെ ഇഡലി ആട്ടിയെടുക്കുന്ന ഒരു ചേച്ചിനെ ഞാൻ കണ്ടു, ബിന്ദു വിജയകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയിൽ നിന്നാണ്. എന്നെ പോലെ തന്നെയാണ് ആട്ടുന്നത്, രണ്ടും ടേസ്റ്റും സോഫ്റ്റും ആയിട്ട് വരാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തന്നെ ആരു വെറുക്കാൻ, ത്യാഗം കാണുമ്പോൾ ഇഷ്ടം കൂടുകയുള്ളൂ എന്ന്. ഓക്കെ ചില കുനിഷ്ട കമൻസ് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു വിഷമമൊന്നുമില്ല, പണ്ടത്തെ അത്ര വിഷമമൊന്നുമില്ല കേട്ടോ. എന്നാലും ഇവരെ എന്നെക്കുറിച്ചൊന്നും അറിയാണ്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു 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 ഇത് അത്ര തന്നെ. ഓക്കെ, യു ഡിഡ് ഗ്രേറ്റ് എഫേർട്ട് ഫോർ ഫാമിലി വിത്ത് സ്മൈൽ, താങ്ക് യു സോ മച്ച്. പിന്നെ സൂപ്പർ ലോങ് വീഡിയോ ആക്കണേ ജിനിക്കുട്ടി. 20 മിനിറ്റ് ഉണ്ട് പോരെ, ഇനി 50 മിനിറ്റ് ആക്കണോ? അല്ല പഠിച്ചോനെ, 20 മിനിറ്റ് ഓക്കെ, 15 to 20 മിനിറ്റ് ഓക്കെ. പിന്നെ പാചകം മാറ്റി പിടിക്കുന്നു. പിന്നെ ജിനീസ് കിച്ചൺ എന്നുള്ള ചാനലിൻ്റെ പേരിട്ടിട്ട് ഞാൻ പാചകം ചെയ്യാണ്ട് പിന്നെ എന്താ ചെയ്യുക? കിച്ചണിൽ നിന്ന് എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ ഒന്ന് പറയൂ. അപ്പോൾ എന്തായാലും ഞാൻ പാചകം എൻ്റെ ഒരു കലയാണ്. ഓക്കെ, അതിന് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അത്ര തന്നെ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കുകയാണ്. ഇന്ന് മോനാണ് കേട്ടോ എനിക്ക് തുണികളൊക്കെ ഒന്ന് ഉണങ്ങാനിട്ട് തന്നത്. കാരണം ഇന്ന് എന്താണെന്നറിയില്ല, ഞാൻ 1 മിനിറ്റ് ഇരുന്നിട്ടില്ല, പക്ഷേ സമയം പെട്ടെന്ന് അങ്ങ് പോയി. എന്തോ ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്തുകൊണ്ടാണോ എന്നുള്ളത്. അപ്പോൾ കുറച്ച് ചിക്കൻ ഫ്രീസറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, അതിനെയൊക്കെ ഒന്ന് എടുത്ത് വെള്ളത്തിലിട്ടു. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചിക്കന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതെല്ലാം നന്നാക്കി എടുത്തിട്ട് വേണ്ടേ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടായിരിക്കാം മേ ബി എൻ്റെ സമയമൊക്കെ പോയത്. അപ്പോൾ എന്തായാലും ഞാനിതാ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. കുഞ്ഞു ചെറിയ ഉള്ളി കേട്ടോ, വട്ടായി പോകുന്നുണ്ട് അത് നന്നാക്കുമ്പോൾ. ആർക്കെങ്കിലും വല്ല ടിപ്സ് അറിയോ ഇത് നന്നാക്കി എടുക്കാൻ? എനിക്കെന്തായാലും അറിയുന്നില്ല, ഞാൻ നിന്നിട്ട് ഫുള്ള് നന്നാക്കി തന്നെ ചെയ്തത് കേട്ടോ. അതുപോലെ എന്താ വാപ്പാനെ നന്നായി നോക്കുന്ന മകൻ, അതെ അതെന്തായാലും ഞാൻ മൂപ്പരെ സമ്മതിക്കും. പിന്നെ ഞാൻ വന്നൂന്നോ? റൈസ് ബോളിലോട്ട് വന്നിട്ടുണ്ടോ? ഓക്കെ. പിന്നെന്താ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഡെയിലി കാണാറുണ്ട് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാനും ഇതുപോലെയാണ് രസം ഉണ്ടാക്കാറ്, പക്ഷെ പരിപ്പ് ഇടാറില്ല. പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുത്തരിച്ചോറും മീൻ വറുത്തതും കൂടെ വേണമായിരുന്നു പറയുന്നുണ്ട്. പക്ഷെ കുത്തരിച്ചോറ് മേടിക്കാൻ കിട്ടുമായിരിക്കും, ഇപ്പോൾ ഞാൻ മേടിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ ഹലോ ജിനിക്കുട്ടി, രസത്തിന് കായം അതുപോലെ മല്ലിയില ഞാൻ ചേർക്കും, കായം ഞാൻ അങ്ങനെ ചേർത്തിട്ടില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ചേർക്കാം കേട്ടോ. പിന്നെന്താണ് ബാസ്ക്കറ്റിൻ്റെ റേറ്റ് അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇന്ന് എനിക്ക് സമയം ഭയങ്കര കുറവായതുകൊണ്ട് 2 പിള്ളേരും എന്നെ തുണികളൊക്കെ തോരിടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു കേട്ടോ. അയൻകുട്ടി കണ്ടില്ലേ പിത്തനെ കാണിച്ചിട്ട് അവസാനം റിഹാൻ പറഞ്ഞു നീ പൊയ്ക്കോ ഞാൻ ഇട്ടോളാം. അത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവന് ഫുള്ള് പിത്തനെ കാണിക്കുന്നത്. നിങ്ങളുടെയൊക്കെ വിചാരം റിഹാൻക്ക് മടി അയാൻക്ക് മടിയില്ല എന്നൊക്കെയല്ലേ? നേരെ തിരിച്ചാണ് കേട്ടോ അവിടെ സംഭവിക്കാറ്. അപ്പം നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ റെസിപ്പി നോക്കണ്ടേ? ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. പൊതുവേ നമ്മളെല്ലാം വറുത്ത് പൊടിച്ചിടുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം എന്തായാലും പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ ചെറിയ ജീരകം, 1 സ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ടുള്ളത്. പിന്നെ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ മല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട്. പിന്നെ ഒരു 4-5 നമ്മുടെ ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചു കൊണ്ടുവരിക. ഭയങ്കരമായിട്ട് പൊടിയണ്ട, എന്നാൽ ഒന്ന് പൊടിച്ചു കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ ഇതാ ചൂടോട് കൂടി തന്നെ ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതാ ഈ ഒരു ലെവലിൽ പൊടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് വേണ്ടിയിട്ടുള്ള ഉള്ളിയും എന്താ പറയുക ചെറിയുള്ളി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് കൊണ്ടുവന്നതാണ് ഈ സൈഡിൽ ഇരിക്കുന്നത്. ഇനി കുക്ക് ചെയ്യാൻ തുടങ്ങാം. വെളിച്ചെണ്ണയിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ. ശേഷം എന്താണ് ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. പച്ചമുളക് വേണമെങ്കിൽ അതിൽ ഇട്ട് കൊടുക്കാം.
ഞാനൊരു 3 സ്പൂൺ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറിയുള്ളി നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഇടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഇതിലോട്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളി ഈ ഒരു ലെവലിലായാൽ മതി. നമ്മളിതാ ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഏത് പീസാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഞാൻ എല്ലാ പീസും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ ഇട്ടിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എക്സ്ട്രാ മുളക് പൊടി, കുരുമുളക് പൊടി ഇങ്ങനെയൊന്നും ആവശ്യമില്ല. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഒന്ന് കുരുമുളക് പൊടി തൂവിക്കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഇനി നെക്സ്റ്റ് പരിപാടി ഇത് അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അടച്ച് വെക്കുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. ഒന്ന് കുക്കായ ശേഷം ഞാൻ ഈ ഒരു മിക്സ് ഇല്ലേ, നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച ആ ഒരു മസാല, അതൊരു 3 സ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കണം കേട്ടോ. 3 സ്പൂൺ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെക്കുന്നുണ്ട്. ഒന്നും കൂടെ ചിക്കൻ വേവാൻ ബാക്കിയുണ്ട്. വെന്ത ശേഷം മാത്രം നമുക്കിത് തുറന്നിട്ട് വറ്റിച്ച് എടുത്താൽ മതി. അപ്പോൾ വേറെ കറികളൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വെച്ച ചോറിന് ടൊമാറ്റോ റൈസ് ആക്കി എടുത്തു കേട്ടോ. വെളിച്ചെണ്ണയിലോട്ട് കടുകും പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 വെല്ലുള്ളി ചോപ്പ് ചെയ്തതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിട്ടെടുക്കണം കേട്ടോ. പിന്നെ ഒരു 2-3 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റും മല്ലിയില കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പൊടികളായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാല, അതുപോലെ നേരത്തെ പൊടിച്ച ആ ഒരു പൊടിയും കൂടെ ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് ഇനി ചിക്കൻ മസാല ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മസാലയുടെ പച്ചമണം മാറിയ ശേഷം ഒരു 2 തക്കാളി അരച്ചതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ നമ്മുടെ നോർമൽ റൈസ് ആണ് കേട്ടോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകശാലയുടെ അരിയോ ബസ്മതി റൈസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഇവിടെ പൊന്നിയരി ആയതുകൊണ്ട് ഇത് തന്നെ ധാരാളം മതി. മട്ടരിയും നന്നായിരിക്കും കേട്ടോ. എന്നിട്ട് പതുക്കെ മിക്സ് ആക്കി എടുത്താൽ മതി. ഒരുപാട് വെന്തോടഞ്ഞ് ചോറ് ഇതിലോട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ മിക്സ് ആക്കി എടുത്ത ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ക്യാപ്സിക്കം, അതുപോലെ മല്ലിയില കൊത്തിയരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഭംഗിയല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇത്രയേ ഉള്ളൂ, സംഭവം ഇത്രയേ ഉള്ളൂ. ഇതിലോട്ട് ഞാനൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഫൈനലായിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്താൽ മതി. സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് പച്ചമുളകോ അതേപോലെ നാരങ്ങയുടെ നീര്, പിന്നെ നമ്മുടെ കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില എല്ലാം ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. ഈ രണ്ടും നല്ല കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് നെയ്യും കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പാൽപ്പാട 2 വലിയ പാത്രത്തിൽ ഞാൻ എടുത്ത് വെച്ചിരുന്നു. ഇനി നമുക്ക് ഒരു ഓവർനൈറ്റ് ഫുൾ പുറത്ത് വെച്ചിട്ട് നമുക്ക് ഈ പാൽപ്പാടിനെ തണുക്കാൻ വേണ്ടി കുറച്ചു നേരം കൂടി ഉള്ളിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഐസ് വെള്ളം, ഐസ് ക്യൂബോ ഉണ്ടായാലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് പുറത്ത് വെക്കുമ്പോൾ കുറച്ച് തൈര് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ പുറത്ത് വെക്കാൻ. ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അടിച്ച് ഹൈ സ്പീഡിൽ അങ്ങ് അടിച്ചാൽ അതിൻ്റെ പാലും വെണ്ണയും വേറെ വേറെ ആയിട്ട് വരും. അതിൽ വെണ്ണ മാത്രം മതി, പാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പലരും അത് നല്ല ടേസ്റ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ 1 മാസം ഫ്രിഡ്ജിൽ വെച്ച് പഴകിയ സാധനമാണ്. അത് കുടിച്ചാൽ ഫുഡ് ഇൻഫെക്ഷനും അതും ഇതൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനത്തെ പരിപാടിക്കൊന്നും ആരും നിൽക്കല്ലേ, അതങ്ങ് കളഞ്ഞാൽ മതി. പിന്നെ 2-3 വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് ഞാൻ കുറച്ച് വെണ്ണ മാറ്റി വെക്കുന്നുണ്ട്. പലതിനും ആവശ്യം വരുമല്ലോ. ഇതുപോലത്തെ ഒരു ബോക്സിൽ മാറ്റി വെക്കും ഞാൻ. നെക്സ്റ്റ് ടൈം നമ്മൾ വെണ്ണ എടുക്കുമ്പോൾ ഇത് ബാക്കിയുണ്ടെങ്കിൽ ഞാൻ നെയ്യിൽ ആഡ് ചെയ്യും, പിന്നെ പുതിയത് മാറ്റി വയ്ക്കും. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. അപ്പോൾ അത് അടച്ച് ബാക്കിയുള്ളത് ഞാൻ ഇവിടെ മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നാളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ റാവുത്തർ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെയ്യൊരിക്കൽ. അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോ എന്തായാലും ഞാൻ ചെയ്യും കേട്ടോ.
അപ്പോൾ ദാ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്ക് എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്ത, FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.